റബ്ബർ വെട്ടുന്നത്. വള്ളിപ്പാൽ വലിച്ചെടുത്തു. ഇങ്ങനെ നൈസിൽ മരത്തിൻ്റെ അരികിൽ കൂടെ വെട്ടിയാൽ ഈ ചില്ലിൽ കൂടെ പാല് വീഴും. കണ്ടോ? ഇനി ഈ പാലൊരു 2 മണിക്കൂറെങ്കിലും ആകുമ്പോൾ ഒരു 3/4 ചിരട്ടയോളം ആവും, ഇല്ലെങ്കിൽ അരച്ചിരട്ട. ചിലതിൽ നിറയെ ഉണ്ടാവും, ചിലതിലുണ്ടാവില്ല. 3/4 മണിക്കൂർ അല്ല 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കണം. റബ്ബർ പാൽ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരെണ്ണം കാണിക്കാൻ വേണ്ടി ആദ്യം എടുത്തിരിക്കുകയാണ്. ഇനി എടുക്കാനുണ്ട്. ഇതാ ഈ ഡിഷിലേക്ക് ഒഴിക്കുക 1 ലിറ്റർ. പിന്നെ വീണ്ടും 1 ലിറ്ററും കൂടി ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് 1 ലിറ്റർ വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് ഫോർമിക് ആസിഡും വെള്ളവും കൂടി കലർന്നതാണ് ഒഴിക്കുന്നത്. 1 ബീക്കർ ഒഴിക്കുക. ഇതാണ് ഫോർമിക് ആസിഡ്. ഇതിൽ ഒരു മരുന്ന് കലക്കിയിട്ടുണ്ട് ഈ റബ്ബർ ഷീറ്റിന് ഒരു കളറ് വരാൻ. അതാണ് ഇതിന് ഒരു ആസിഡാണ്. ഒരു കളറ് കണ്ടോ, ഒരു ബ്രൗൺ കളറ്. ഇനി ഇതിനെ വീണ്ടും ഇളക്കുക. നമ്മൾ പാലൊക്കെ ഒഴിക്കില്ലേ തൈരാക്കാൻ, അതുമാതിരി ഈ പാലിലാണ് ഈ ഫോർമിക് ആസിഡും വെള്ളവും കൂടി കലർന്നത്. 1 ബീക്കർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് ഇനിയും 1 മണിക്കൂറൊന്നും വേണ്ട, കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ കട്ടയാവും. എന്നിട്ട് നമുക്കത് മെഷീനിൽ അടിച്ചെടുക്കാം. ഇത് നല്ലോണം ഇളക്കിയാലേ, ഇല്ലെങ്കിൽ അവിടെ ഇവിടെ കട്ട കുത്തും. ആസിഡ് കയ്യിലൊന്നും തട്ടാതെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ കൈ ഓട്ടയാവും. ഓക്കെ, ബായ്. ഇനി അത് കുറച്ച് കഴിഞ്ഞാൽ സെറ്റാവും കേട്ടോളൂ. ഷീറ്റ് ഉണ്ടാക്കുന്ന വിധം, ഷീറ്റാകുന്ന ഇത് ഇനി ഒരു പ്രാവശ്യം കൂടി. ഇനി ഈ ഷീറ്റിൽ അച്ച് പതിയുന്നതാണ്. ടൈറ്റാക്കും. ടൈറ്റില്ല. നല്ല അച്ച് പതിഞ്ഞില്ലേ ഇപ്പോൾ.